ഹായ്, നമസ്കാരം. ഞാൻ ലിജിത്ത്, ഒരു ഡിജിറ്റൽ എൻ്റർപ്രണറാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാമ്പത്തിക അവസരങ്ങളെക്കുറിച്ച് ലളിതമായിട്ട് സംസാരിക്കുന്ന ഒരു സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഇന്ന് സമ്പാദിക്കുന്ന പണത്തിൻ്റെ മൂല്യം ഒരു 5 വർഷം കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ സാധിക്കുമോ? മിക്കവർക്കും അറിയാം അല്ലേ? അല്ല എന്ന് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. കാരണം ഓരോ വർഷവും സംഭവിക്കുന്ന വിലക്കയറ്റം മൂലം നമ്മൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ അത് വാങ്ങൽ മൂല്യം അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള ശക്തി, അതിൻ്റെ ബലം കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്ത് ശമ്പളമോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമോ മതിയാകാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ലോകവും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ സാമ്പത്തിക ലോകവും അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റുകളും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പുതിയ സീരീസ് ആരംഭിക്കുന്നത്. ഈ സീരീസിൽ നമുക്ക് വളരെ ലളിതമായിട്ട് എന്താണ് Web3, എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്താണ് ക്രിപ്റ്റോ കറൻസി, അതുപോലെ തന്നെ എന്താണ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, ഡിജിറ്റൽ അസറ്റുകൾ, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവ ഭാവിയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളായി മാറും എന്നതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഭാവിയിൽ ഏത് അവസരം തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. പക്ഷേ ആ ഒരു തീരുമാനം ആ ഒരു പർട്ടിക്കുലർ മേഖലയെ പറ്റിയിട്ടുള്ള അറിവുകളോടെയും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും മനസ്സിലാക്കിയിട്ട് ആ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു സീരീസ്, ഒരു ശ്രമമാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ മേഖലയെക്കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി, വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അത് എത്തരത്തിൽ നമ്മളുടെ എല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളതെന്നെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും ഈ ഒരു പുതിയ മേഖലയെക്കുറിച്ചുള്ള അറിവുകൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് വിലക്കയറ്റം എന്നുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിലിങ്ങുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.